ഹായ് ഫ്രണ്ട്സ്, ഹോം മേക്കേഴ്സ് ഹബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇത് കണ്ടോ, ഞാൻ ഇന്ന് മസാല ഇഡ്ഡലി കൊണ്ടാണ് വന്നേക്കണേ. അപ്പം ഇത് നിങ്ങൾക്കെല്ലാം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കണേ, എൻ്റെ കൂടെ തന്നെ സ്കിപ്പ് ആവാതെ നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ 4-5 ഇഡ്ഡലി രാവിലത്തെ ബാക്കി വന്നെങ്കിൽ, ബാലൻസ് വന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ പോവാം, വായോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിനു വേണ്ടി ഞാൻ 7 ഇഡ്ഡലി എടുത്തേക്കണേ. ഇഡ്ഡലി ഞാൻ 4ആയിട്ട് മുറിച്ചിട്ടുണ്ട്. അപ്പം ഞാനിത് എങ്ങനെ മുറിച്ച് ഞാൻ നിങ്ങളെ കാണിക്കാൻ, ഒരു ഇഡ്ഡലി ഞാൻ മുറിച്ചില്ല. അപ്പം നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ വെച്ചേക്കുക. ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ 4ആയിട്ടൊന്ന് മുറിക്കാം. ഓക്കെ, അപ്പോൾ 4ആയിട്ട് ഞാൻ മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടി ഞാൻ പറയാം. ഒരു സവോള, ഒരു തക്കാളിക്ക, ഒരു കൊച്ചു കൊച്ചായിട്ട് അരിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി, ഒരു 2 കഷ്ണം മതി. പിന്നെ ഇച്ചിരി കരിയാപ്പില, പിന്നെ മല്ലിയില. അപ്പോൾ പിന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ സ്റ്റൗ കത്തിച്ച് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇതിലോട്ട് ഒരു 3 ടീസ്പൂൺ എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ആയാലും മതി, സൺഫ്ലവർ ആയാലും കുഴപ്പമില്ല, എന്താണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഈ എണ്ണയൊന്ന് ചൂടായിട്ട് നമുക്ക് ഈ ഇരിക്കുന്ന ഇഡ്ഡലി ഓരോന്നോരോന്നിട്ട് വറുത്തെടുക്കാം. വറുത്തെടുക്കാൻ എന്തിനറിയാമോ, നമുക്ക് പിന്നെ മിക്സ് ആക്കാൻ നേരം അത് പൊടിയാതിരിക്കാൻ. വറുക്കാതെ എടുക്കുന്നവരുണ്ട്, പക്ഷെ ഞാൻ വറുത്താണ് എടുക്കുന്നത്, കാരണം അത് പൊടിയാതിരിക്കാൻ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എണ്ണയ്ക്കകത്ത് ഇടാം. അപ്പോൾ ഗ്യാസ് ഫ്ലെയിം ഇച്ചിരി സ്ലോ ആയിട്ട് തന്നെ വെച്ചോളൂ. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് ഇത് വറുത്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഇത് വറുത്ത് കഴിഞ്ഞതാണ്. നല്ല ബ്രൗൺ കളറായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിക്കാം. നല്ല ബ്രൗൺ കളർ, നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നു. ഒരു മിനിറ്റോ 2 മിനിറ്റിൽ ഇത് വറുത്തെടുക്കാം. നമുക്ക് കുഴപ്പമില്ല, എളുപ്പം വറുത്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മളുടെ ബാലൻസ് ഇഡ്ഡലി ഉണ്ടെങ്കിൽ വറുത്തെടുക്കണം, ബാക്കിയൊന്നെ. അപ്പോൾ ഇത് നമുക്ക് വാങ്ങാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ വറുത്തെല്ലാം ഇഡ്ഡലി വെച്ചിട്ടുണ്ട്, ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു എനിക്ക് ഇതിൽ പോവാം. അപ്പോൾ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ എണ്ണ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ തന്നെ ചെയ്യാം. ഇപ്പോൾ എനിക്ക് ആ എണ്ണ ബാക്കിയില്ല, അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ എണ്ണ ഒഴിക്കാം. ഓക്കെ, 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു. അതിലോട്ട് ഒരു കുറച്ച് ടീസ്പൂൺ കടുക്. എണ്ണ ചൂടായിട്ട് ചെറുതായിട്ട് കടുക് ഇടും. അപ്പോൾ കടുക് ഇട്ടപ്പോൾ നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞ് വെച്ചില്ലേ, ആ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇടണം. ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് അതിൻ്റെ ഫ്ലേവർ ഒന്ന് ഇറങ്ങണം. ഇത് ഇച്ചിരി ചുമന്ന് വരുമ്പോഴത്തേന് നമുക്ക് അരിഞ്ഞ് വെച്ച സവോളയില്ലേ, അതും കൂടി ഇടാം. ഇത് നമുക്ക് ഇച്ചിരി ചുമക്കണം, ഇച്ചിരി ഇച്ചിരി ചുമന്ന് വരണം. ഇപ്പോൾ സവോള ചുമന്ന് വന്നു. അപ്പോൾ നമുക്ക് ബാക്കി തക്കാളിക്ക് വെച്ചേക്കുന്നത് അതും കൂടി ഇടാം. തക്കാളിക്ക് ഇച്ചിരി വാടണം. പിരിയമുളക് ഇടാം.
പിരിയമുളക് ഇട്ടിട്ട് നമുക്ക് മസാല ഇടാം. മസാല 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി. ബിരിയാണി പൊടി ഉണ്ടെങ്കിലും നല്ലതാണ്, അതും കൂടി ഇടാം. 1/2 ടീസ്പൂൺ ഉപ്പ്, എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ മസാല ഒക്കെ പിടിക്കണം. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഇഡ്ഡലി ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഇഡ്ഡലിയല്ലേ, ഇതിലോട്ട് ഒന്ന് മിക്സ് ചെയ്യാം, ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ ഇത് മിക്സ് ആണ് ചെയ്യാം. അപ്പോൾ ഇതിലോട്ട് ഇച്ചിരി കറിവേപ്പില, മല്ലിയില, ഒരു ഗ്രാനിഷിന് വേണ്ടി നല്ലൊരു ഫ്ലേവർ വരും. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. നമുക്ക് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മസാല ഇഡ്ഡലി റെഡി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മസാല ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുക. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ചെയ്ത പോലെ വീട്ടിൽ വെച്ച ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ചെയ്യാൻ. നിങ്ങൾക്ക് എളുപ്പമായി ഇത് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ട്രാവലിംഗ് ഒക്കെ പോകണം, ഒരു ദിവസം നിങ്ങൾക്ക് വെച്ചേക്കണം. അപ്പോൾ നിങ്ങൾ ഒരു പകുതി നാരങ്ങ ഇതിലോട്ട് പിഴിഞ്ഞ് ഇളക്കി വെച്ചാൽ അപ്പോൾ അത് വലിക്കാതൊക്കെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ ഹോം മെയ്ഡ് ഫുഡും കഴിക്കാൻ പറ്റും ട്രെയിനിലൊക്കെ പോകുമ്പോൾ, ഇവിടെ യാത്ര പോകുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത റെസിപ്പി ഞാൻ പുതിയതായിട്ട് കൊണ്ടുവരാം. അപ്പോൾ അതുവരെ ടാറ്റാ.